നമ്മളിന്ന് നോക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. ഈ രണ്ട് ടെൻസ് ഫോംസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ പോർഷനിൽ നോക്കുന്നത്. സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ ആദ്യമേ തന്നെ നമ്മൾ അറിയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം എന്തെന്നുള്ളതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമാണ് ഹാഡ് പ്ലസ് V3. ഹാഡിനോടൊപ്പം നമ്മളുടെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ. ഹാഡ് പ്ലസ് V3. നമ്മൾ മുന്നേ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചു. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന് പകരം നമ്മളുടെ പാസ്റ്റ് ഫോമായിട്ടുള്ള ഹാഡിനോടൊപ്പം V3 വരുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഓരോന്നായി നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുക. ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് എ പാസ്റ്റ് ഇൻ ദ പാസ്റ്റ്. വെൻ വി യൂസ് ഇറ്റ് when in the context of one action, we find it necessary to refer to an earlier action. Fire had destroyed the house by the time the firemen arrived. So ഇതിനകത്ത് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് പറയുന്ന സമയത്ത് അതിനകത്ത് ആദ്യം നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ. അതായത് രണ്ട് ഇൻസിഡൻസ് നമ്മളുടെ ഭൂതകാലത്ത് നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള ഏർലിയർ ആയിട്ടുള്ള ആക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. അതർവൈസ് രണ്ടാമത് നടന്നത് നമ്മൾ ഏത് ടെൻസിൽ പറയും? സിമ്പിൾ പാസ്റ്റിൽ പറയും. ഓക്കെ, സോ ഇതിനകത്ത് നോക്കാം. ദ ഫയർ ഹാഡ് ഡിസ്ട്രോയ്ഡ് ദ ഹൗസ് ബൈ ദി ടൈം ദി ഫയർമെൻ അറൈവ്ഡ്. അപ്പം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് പാസ്റ്റിലാണ് അല്ലേ. ഫയർമെൻ വന്നതും അതുപോലെ തന്നെ വീട് കത്തി നശിച്ചതും പാസ്റ്റിൽ നടന്നിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. സോ ഇതിനകത്ത് ഏറ്റവും ആദ്യം നടന്നിരിക്കുന്നത് വീട് കത്തി നശിച്ചു എന്നുള്ള ആക്ഷനാണ്. അപ്പം അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഏർലിയർ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിച്ചു? ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചു. രണ്ടാമത് നടന്ന കാര്യമാണ് അവിടെ ഫയർമെൻ വന്നു എന്നുള്ളത്. അപ്പം ആ ഒരു ഇൻസിഡൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചത്. ഫയർമെൻ അറൈവ്ഡ്, സിമ്പിൾ പാസ്റ്റ്. ഹാഡ് ഡിസ്ട്രോയ്ഡ്, ഹാഡ് പ്ലസ് V3, അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, സോ അത്തരത്തിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വേണു ഹാഡ് ലെഫ്റ്റ് ദ സ്കൂൾ വെൻ ഹിസ് ഫാദർ റീച്ച് ദെയർ. അതായത് വേണുവിൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചിരുന്നു? വേണു സ്കൂൾ വിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇത് രണ്ടും നടന്നത്, അച്ഛൻ എത്തിയതും വേണു പോയതും പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ആദ്യം നടന്ന കാര്യം എന്താണ്? വേണു സ്കൂൾ വിട്ട് പോയതാണ് ആദ്യം നടന്നിരിക്കുക. അപ്പോൾ എന്താണ് ആദ്യം നടന്ന ഇൻസിഡൻറ്റ്? നമ്മൾ ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിൽ എഴുതിയിരിക്കുകയാണ്. ഹാഡ് പ്ലസ് ലീവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ടുള്ള ലെഫ്റ്റ്. സോ ഹാഡ് ലെഫ്റ്റ് ദി സ്കൂൾ വെൻ ഹിസ് ഫാദർ റീച്ച് ദെയർ. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ടെക്സ്റ്റിൽ നോക്കുക. As we have already seen, if we narrate an incident in the chronological order, we can do it with the simple past tense, but once we break the order and begin with a later action, it becomes necessary to use the past perfect. Another example is given below. Jack lay panting on the ground. He had stumbled on the way to the hilltop and come rolling down. സോ ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളൊരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രൊണോളജിക്കലി അല്ലെങ്കിൽ എന്താ പറയുന്നത്, കാലാനുസൃതമായിട്ട് അല്ലേ, ക്രൊണോളജിക്കലി ഒരു ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഒരു സ്റ്റോറി പോലെ പറയുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു നരേഷൻ അല്ലെങ്കിൽ ആ ഒരു നരേറ്റീവ് പാറ്റേണിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളുടെ ലേറ്റർ ആക്ഷനെ വെച്ച് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് വെച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു? ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിൽ തുടങ്ങേണ്ടതുണ്ട്. പിന്നെ വരുന്നതൊക്കെ നമുക്ക്
നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ പാസ്റ്റിൽ തന്നെ നമുക്ക് ആയാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? സോ രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുക. വി ഓഫൻ യൂസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് വിത്ത് verbs like hope, plan, think, expect, etc. to say that what we hoped or expected to do could not be done. We had planned to see the rose garden, but we cancelled that program for want of time. സോ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മളുടെ വേർബായിട്ടുള്ള ഹോപ്പ്, പ്ലാൻ, തിങ്ക്, എക്സ്പെക്റ്റ് ഇതുപോലെയുള്ള പദങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. നോക്കിക്കേ, വി ഹാഡ് പ്ലാൻ ടു സീ ദ റോസ് ഗാർഡൻ ബട്ട് വി ക്യാൻസൽ ദറ്റ് പ്രോഗ്രാം ഫോർ വോണ്ട് ഓഫ് ടൈം. നമ്മൾ ആദ്യമേ എന്ത് പ്ലാൻ ചെയ്തിരുന്നു? നമ്മൾ റോസ് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, പക്ഷേ ആ പ്ലാൻ എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തു അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് എന്താ പറയുക, നടക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്താ പറയുക, പ്ലാൻ ചെയ്ത കാര്യം നമുക്ക് നടക്കാതെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് സൂചിപ്പിക്കാൻ, ആ ഒരു പ്ലാൻ ചെയ്ത കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? ഹാഡ് പ്ലാൻ അല്ലേ? ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാറ്റ് ഉപയോഗിച്ചു. നോക്കിക്കേ, ദ ടീച്ചർ had expected it to be a normal day, but the students made it extraordinary അല്ലേ? അപ്പോൾ ടീച്ചർ എക്സ്പെക്റ്റ് ചെയ്തത് എന്തായിരുന്നു? അതൊരു നോർമൽ ഡേ ആയിരിക്കുമെന്ന്. പക്ഷേ ആ ടീച്ചറിൻ്റെ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് അല്ലേ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റുഡൻസ് അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഡേ ആക്കി മാറ്റി. അപ്പം ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന ഹാഡ് പ്ലസ് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന ഫോമാറ്റ് ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ടെക്സ്റ്റിൽ നോക്കാം. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. വിത്ത് വേർഡ് ഫ്രേസസ് ലൈക്ക് ആഫ്റ്റർ, ബിഫോർ, ആസ് സൂൺ ആസ്, നോ സൂണർ ദാൻ എക്സെട്ര വി ക്യാൻ യൂസ് ഈദർ ദ സിമ്പിൾ പാസ്റ്റ് ഓർ ദ പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് എന്താണ്, നമ്മളുടെ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ആയിട്ടുള്ള ആഫ്റ്റർ, ബിഫോർ, ആസ് സൂൺ ആസ്, നോ സൂണർ ദാൻ എന്ന് പറയുന്ന പ്രയോഗങ്ങളോടൊപ്പം നമ്മളെപ്പോഴും ഒന്നുകിൽ സിമ്പിൾ പാസ്റ്റോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റോ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ എക്സാമ്പിൾ നോക്കാം. ആഫ്റ്റർ ഹി ഹാഡ് ഗോട്ട് ഓഫ് ദ ട്രെയിൻ ഹി വാക്ക് ടുവേർഡ്സ് എ ടാക്സി. അത് ബ്രാക്കറ്റിൽ കൊടുക്കാനുള്ള കാരണം എന്താണ്? ആഫ്റ്റർ ഹി ഗോട്ട് ഓഫ് എന്ന് പറഞ്ഞാലും ശരിയാണ്, ആഫ്റ്റർ ഹി ഹാഡ് ഗോട്ട് ഓഫ് എന്ന് പറഞ്ഞാലും ശരിയാണ്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിലും കൊടുക്കാം, പാസ്റ്റ് പെർഫെക്റ്റിലും കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറയുന്നത്, ഈ ഒരു രണ്ട് ഫോമാറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ എന്താണ്, ആഫ്റ്റർ ഹി ഹാഡ് ഗോട്ട് ഓഫ് ദ ട്രെയിൻ ഹി വാക്ക്ഡ് ടുവേർഡ്സ് ദ ടാക്സി. അപ്പം ഹി ഹാഡ് ഗോട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹാഡും കൂടി ഉപയോഗിക്കുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. ഹാഡ് ഗോട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആകുന്നു. He ate his lunch only after his wife had returned from shopping. അപ്പം wife had returned എന്നും പറയാം, wife returned എന്നും പറയാം. ഓക്കെ, സോ നോക്കിക്കേ, ആഫ്റ്റർ he had got off the train he walked towards a taxi. അപ്പം had got എന്ന് പറയുന്നത് എന്താണ്? had പ്ലസ് V3 എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാറ്റ് ആണ്. had പ്ലസ് ഗെറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ടുള്ള ഗോട്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഷീ ഹാഡ് റിട്ടേൺ ദ ടെസ്റ്റ് ബിഫോർ ദി ആക്സിഡൻറ്റ് മുന്നേ തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാഡ് റിട്ടേൺ എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്തും എഴുതാം, സിമ്പിൾ പാസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഷീ റിട്ടേൺ ദ ടെക്സ്റ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഷീ ഹാഡ് റിട്ടേൺ ദ ടെസ്റ്റ് ബിഫോർ ദി ആക്സിഡൻറ്റ്. അപ്പോൾ അതെന്താണ്, ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു സിറ്റുവേഷൻ്റെ എക്സാമ്പിളാണിത്. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ നമ്മളുടെ ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു ING ഫോമാറ്റ് എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു? കണ്ടിന്യൂസ് എന്ന് പറയുമ്പം ആ ഒരു ഫോർമാറ്റിൽ ഒരു ING ഉണ്ടായിരിക്കും അല്ലേ? പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാഡ് പ്ലസ് V3 ആയിരിക്കും ഉണ്ടാവുക അല്ലേ. പക്ഷെ അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് എന്ന് വരുമ്പം V3 അല്ല ഉണ്ടാവുക അല്ലേ, V+ING ഫോമാറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ആ പേര് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഫോമാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നോക്കിക്കേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോമാറ്റാണ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം അല്ലേ, വെർബിൻ്റെയോടൊപ്പം ING ഫോം ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. സോ എന്താണ്, ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. So, we use the past perfect continuous to talk about an activity or a situation that went on over a period of time in the past, that is, until another activity or point of time in the past. അതിനകത്ത് എന്താ പറയുന്നത്, അതായത് ഓക്കെ, ഒരു ആക്ടിവിറ്റി ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം സംഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു കാലയളവ് വരെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു നീണ്ട കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ നമുക്കതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമാറ്റിൽ എഴുതാൻ സാധിക്കും. ഇവിടെ എക്സാമ്പിൾ തന്നേക്കുന്നത് നോക്കിക്കേ, ഷീ ഗോട്ട് ദി അവാർഡ് ലാസ്റ്റ് വീക്ക്, ഷീ ഹാഡ് ബീൻ എക്സ്പെക്റ്റിംഗ് ഇറ്റ്. അവൾക്ക് എന്ത് കിട്ടി, അവാർഡ് കിട്ടി അല്ലേ, ലാസ്റ്റ് വീക്ക് അവൾക്ക് അവാർഡ് കിട്ടി, അവളത് എക്സ്പെക്റ്റ് ചെയ്യുകയായിരുന്നു അല്ലേ. അപ്പോൾ അവൾ ഏത് കാലം വഴി അത് എക്സ്പെക്റ്റ് ചെയ്യും, അവൾക്ക് ആ അവാർഡ് കിട്ടുന്ന കാലം വരെയും അവൾ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പം ആ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു അനദർ സിറ്റുവേഷൻ ഏതാണ്, അവൾക്ക് അവാർഡ് കിട്ടി എന്നുള്ളതാണ് അനദർ സിറ്റുവേഷൻ. അവൾ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയത് കുറച്ച് കാലത്തേക്ക്, അവൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് അവൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, ദ ആക്ടിവിറ്റി ഓർ സിറ്റുവേഷൻ വെൻറ്റ് ഓൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് അണ്ടിൽ അനദർ ആക്ടിവിറ്റി ഇൻ ദ പാസ്റ്റ്. അതായത് എന്താണ്, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം വരെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂ ചെയ്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീനെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം. While the past perfect continuous highlights the continuity or duration of an action, the emphasis in the past perfect is on the completion of the action. Compare the following. John had been saving for the past 3 years to buy a car. When he had saved enough money, he bought a car. He bought a car. So, ഇതിനകത്ത് നോക്കിക്കേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്ന സിറ്റുവേഷൻ ഏതാണ്, ജോൺ ഹാഡ് ബീൻ സേവിങ് അല്ലേ, ജോൺ സേവ് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു കാറ് വാങ്ങിക്കാൻ ജോൺ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, സേവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടിന്യൂവിറ്റി, ആ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളൊരു ആ ഒരു കണ്ടിന്യൂവിറ്റി, ആ ഒരു എന്താ പറയുക, ഒരു ആക്ടിവിറ്റി തുടർന്നു കൊണ്ടുപോയ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഹാഡ് പ്ലസ് V3 എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു കംപ്ലീഷനെ, ഒരു ആക്ഷൻ്റെ കംപ്ലീഷനെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. വെൻ ഹി ഹാഡ് സേവ്ഡ്, അതെന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ച പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹി ഹാഡ് സേവ്ഡ് ഇനഫ് മണി, ഹി ബോട്ട് എ കാർ. അവൻ ആവശ്യത്തിന് വേണ്ട പണമെല്ലാം സംഭരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു കാറ് വാങ്ങിച്ചു. അപ്പോൾ സംഭരിച്ച് കഴിഞ്ഞു എന്നുള്ളത് ഒരു ആക്ഷൻ്റെ കംപ്ലീഷനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ആക്ഷൻ്റെ കംപ്ലീഷനെ സൂചിപ്പിക്കാനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഒരു ആക്ഷൻ്റെ കണ്ടിന്യൂവിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനെ സൂചിപ്പിക്കാനുമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം. While we use the past perfect continuous to say how long something had happened in the past, the past perfect is used to say how many times somebody did something. Compare the following. She had been looking for the book for months. I finally dismissed him. I had warned him several times. So ഇതിനകത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വേറെ രണ്ട് എന്താണ് സിറ്റുവേഷൻസ് ആണ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന മറ്റൊരു സിറ്റുവേഷനാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ എത്ര കാലയളവോളം അല്ലെങ്കിൽ എത്ര
ദൈർഘ്യത്തിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തെന്ന് കാണിക്കാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. നോക്കിക്കേ, ഷീ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ ദാറ്റ് ബുക്ക് ഫോർ മന്ത്സ്. അവൾ ആ ബുക്ക് നോക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായല്ലേ. അപ്പോൾ ആ ഒരു ദൈർഘ്യത്തെ സൂചിപ്പിക്കാനാണ് ഷീ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ ദാറ്റ് ബുക്ക് ഫോർ മന്ത്സ് എന്ന് പറയുന്നത്. അതേ സമയത്ത് എത്ര വട്ടം ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. അതായത് ഐ ഫൈനലി ഡിസ്മിസ്ഡ് ഹിം, ഐ ഹാഡ് വാൺ ഹിം സെവറൽ ടൈംസ്. ഞാൻ ഒത്തിരി വട്ടം അവനെ വാൺ ചെയ്തു, അതിന് ശേഷമാണ് ഞാൻ അവനെ ഡിസ്മിസ് ചെയ്തത്. അപ്പം എത്ര വട്ടം? സെവറൽ ടൈംസ് അല്ലേ. അപ്പം ഐ വാൺ ഹിം സെവറൽ ടൈംസ്, ഐ ഹാഡ് വാൺ ഹിം. അപ്പം ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പം എത്ര സമയം അല്ലെങ്കിൽ എത്ര വട്ടം അത് ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തു, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത സിറ്റുവേഷൻ നോക്കിക്കേ. What is the difference between the following sentences? The first one in the past perfect continuous, while the second one is the past continuous tense. Compare. John had been suffering from fever when I called at his house. John was suffering from fever when I called at his house. The first sentence means that John was no longer suffering from fever at the time of visit. The second sentence means that John had fever when I saw him. So ഇതിനകത്ത് എന്താ പറയുന്നത്? ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ മുന്നേ എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. പക്ഷെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് അല്ലേ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസുമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമാറ്റ്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമായിട്ടുള്ള ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താ പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് ഇപ്പോഴും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, മുന്നേ കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നാണ്, അല്ലെങ്കിൽ മുന്നേ കുറച്ച് കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്തിരുന്നു അല്ലേ. ഞാൻ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ അസുഖം മാറിയിരുന്നു അല്ലേ. അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്? ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എന്താണ്? അവൻ അപ്പോഴും അസുഖം വന്ന് കിടപ്പിലായിരുന്നു അല്ലേ. അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുവാനും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ മുന്നേ അത് എക്സിസ്റ്റ് ചെയ്യും, മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. ഓക്കെ.